ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തൊട്ടപ്പുറത്തെ ഭാഗത്തെല്ലാം ഒരു ഭാഗം മുഴുവൻ തീ അണച്ചെങ്കിലും ഇപ്പുറത്ത് വീണ്ടും വലിയ രീതിയിലുള്ള തീ ആളിക്കത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ രീതിയിൽ തീ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നതും. വീണ്ടും അടുത്ത യൂണിറ്റ് ഫയർഫോഴ്സൊക്കെ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുന്നു. പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് നിന്നാണ് ഇപ്പോൾ പമ്പ് ചെയ്ത് ആ തീ അണക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇതുപോലെ അപ്പുറത്തും തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും, അതായത് പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് നിന്നും തൊട്ടപ്പുറത്തെ ഭാഗത്തു നിന്നും റോഡ് ഭാഗത്തു നിന്നും കൊണ്ട് രണ്ട് ഭാഗത്തു നിന്നുകൊണ്ടാണ് തീ അണക്കാനുള്ള ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂർ നേരമായിട്ട് ഇതിങ്ങനെ തുടരുകയുമാണ്. 2-3 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടൊന്നും അത്ര പെട്ടെന്ന് തീ അണക്കാൻ കഴിയുന്നില്ല എന്നതാണ് കാര്യം. അതിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഈ ഫയർഫോഴ്സ് വാഹനത്തിന്റെ വെള്ളം പെട്ടെന്ന് തീരുന്നു, രണ്ടാമതൊരു എന്നൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ എന്തായാലും യൂണിറ്റ് എഞ്ചിൻ വെള്ളം കഴിഞ്ഞിട്ട് വീണ്ടും നിറയ്ക്കാൻ പോവാണ്. അതെ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഒരു യൂണിറ്റ് ഫയർഫോഴ്സിന്റെ വെള്ളം കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട് ആ വാഹനം പോകുന്നതാണ്. ഈ രീതിയിൽ ഒരുപാട്, പക്ഷേ 5-6 വലിയ തീപിടുത്തമാകുമ്പോൾ തന്നെ ഒരുപാട് 5-ലധികം യൂണിറ്റുകളൊക്കെ ഒരുമിച്ച് നിന്ന് പമ്പ് ചെയ്താൽ മാത്രമേ വലിയ തീപിടുത്തം പെട്ടെന്ന് ശമിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം, ഒരു ഭാഗത്ത് വീണ്ടും വലിയ രീതിയിലുള്ള തീ പടരുന്നതാണ് കാണുന്നത്. ആളുകളെല്ലാം ഇങ്ങനെ ഓരോ ഭാഗത്തും തീ വീണ്ടും ഉയരുന്ന സമയത്ത് ആളുകളെല്ലാം പരിഭ്രാന്തരാവുന്നുണ്ട്, അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ എല്ലാ ഒരു വിന്യാസം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ ആളുകളെ അങ്ങോട്ടേക്കൊന്നും കടത്തിവിടുന്നില്ല. ഫയർഫോഴ്സ് വാഹനം നിന്നുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും നിന്നുകൊണ്ട് തന്നെ തീ അണക്കാനുള്ള ശ്രമം അത് വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെള്ളം പെട്ടെന്ന് തീരുന്നു, വീണ്ടും വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം ഒരു ഭാഗം തീ അണച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു ഭാഗം വീണ്ടും വലിയ രീതിയിൽ കത്തിയാളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് നിസ്സംശയം പറയാം, ഇത് വലിയ രീതിയിലുള്ള വലിയ വ്യാപ്തിയിലുള്ള ഒരു തീപിടുത്തമാണെന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിലാണ് ഈ തീപിടുത്തം കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഭാഗത്ത് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അത് പിന്നീട് ബിൽഡിങ്ങിന്റെ പകുതി ഭാഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ തീ വ്യാപിക്കുകയായിരുന്നു. അതിലേറ്റവും ആശ്വാസകരമായ കാര്യം, പുക ഉയർന്ന സമയത്ത് തന്നെ ആളുകൾക്കെല്ലാം ഓടി മാറാൻ സാധിച്ചു എന്നത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇവിടെ കിടത്താൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വീണ്ടും ആളുന്നത് കാണുന്നുണ്ടല്ലോ, അപ്പുറത്തെ ഭാഗത്ത് വീണ്ടും തീ പിടിക്കുന്നുണ്ടോ? ദൃശ്യങ്ങളിൽ അപ്പുറത്ത് വീണ്ടും തീനാളങ്ങൾ. ദിവിഷ്, അത് തന്നെയാണ്. ഇത് ടെക്സ്റ്റൈൽ ഷോപ്പാണ്, ഒപ്പം മെഡിക്കൽ ഷോപ്പുകളൊക്കെ താഴെയെല്ലാം പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഈ തുണിക്ക് വളരെ വലിയ അളവിൽ തുണിത്തരങ്ങൾക്കും അതുപോലെ അത് സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക്കിനുമൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഈ ഫയർഫോഴ്സിന് കഴിയുന്ന വിധത്തിൽ, അതായത് അകത്തേക്ക് ഏതായാലും പൂർണ്ണമായി ഉദ്യോഗസ്ഥർക്ക് കയറി വെള്ളം ഒഴിക്കാൻ കഴിയില്ല, വെള്ളം അടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ഈ താഴെ നിന്നും ഇപ്പോൾ കാണുന്ന ഈ ബസ് സ്റ്റാൻഡിനകത്ത് നിന്നും ഈ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർഭാഗത്ത് നിന്ന് നമ്മൾ നേരത്തേക്ക് കാണിച്ച ആ റോഡിൽ നിന്നുകൊണ്ടും വെള്ളം ചീറ്റിച്ചാണ് തീ കെടുത്തുന്നതിന് ശ്രമിക്കുന്നത്. ഒരു ഭാഗത്ത് തീ അത് ശമിപ്പിച്ചു എന്ന് തോന്നുന്ന തരത്തിൽ വെള്ളം അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത കോർണറിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് തന്നെ തീ വീണ്ടും ആളിപ്പടരുകയാണ്. കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഇപ്പോൾ തീ കത്തി അങ്ങനെ ഉയരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഏകദേശം ആ കെട്ടിടത്തിൻ്റെ മധ്യഭാഗം എന്നാണ് പറയാൻ കഴിയുക. അതിനപ്പുറത്തേക്ക്, അതായത് ഈ ദൃശ്യത്തിൽ അതിന് വലത്തെ ഭാഗത്തേക്ക് തീ പടരാതെ നിലവിൽ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനിങ്ങോട്ടേക്കും ആ മധ്യഭാഗത്ത് ഇപ്പോൾ തീ വളരെ ശക്തമായി ആളിപ്പടരുന്നു, ഒപ്പം പുകയും ഉയരുന്നത് കാണാം. ഈ കെട്ടിടത്തിൽ അകംഭാഗത്തും ഇതുപോലെ തന്നെ തീ ഇടത് കോർണറിലും ഇടത് സൈഡിലും തീ കത്തി നിൽക്കുകയാണ്. നിമിഷം, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നതേ ഇല്ല. തീ കുറച്ചെങ്കിലും ഒരു ഭാഗത്ത് ശമിപ്പിച്ചു എന്ന് പറയാൻ കഴിയുന്ന സമയത്താണ് തൊട്ടടുത്ത സ്ഥലത്ത് അതിലും ഏറെ തീവ്രതയിൽ കത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ച് അതിനകം കുറെ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.